തഞ്ചാവൂർ പെരിയ കോവില് നമ്മള് വൈകുന്നേരം പോവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഒരു 5:30-6 മണിയോട് കൂടി നമ്മള് അമ്പലത്തിന്റെ പ്രധാന വാതിൽ എത്തുക. 2 കവാടങ്ങൾ കടന്ന് ഉള്ളിൽ പോണം. ആ പോകുന്ന നേരത്തൊക്കെ കുറച്ച് തിരക്കുണ്ടായിരിക്കും വൈകുന്നേരം. പക്ഷെ വൈകുന്നേരം നല്ല രസമാണ്. അങ്ങനെ നമ്മള് അകത്തെത്തി. ആ, പുറത്തുനിന്ന് 2-3 വീഡിയോ ഒക്കെ എടുത്തു. ഡിസംബർ ആയ കാരണം കുറച്ച് തണവുണ്ടായിരുന്നു, അതുകൊണ്ട് മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. അങ്ങനെ ഉള്ളിലെത്തി. ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും സണ്ണ് മുഴുവനായിട്ട് താഴെ പോയി. ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് റിസ്ക് ആണ്. മീൻസ് അവിടുത്തെ അറ്റൻഡൻസ് കണ്ടു കഴിഞ്ഞാൽ അവര് അടിച്ചു ഓടിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്കിൽ 2-3 വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും ഒന്നുകൂടി നേരെ ഇരുട്ടി. കുറച്ചും കൂടി ഇരുട്ടായാലേ ലൈറ്റ് ഇടുള്ളൂ. അതുവരെ അവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് അവിടെ വഴിയൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടാ എന്താ ഭംഗി! ഫുള്ളി സ്പോട്ട് ലൈറ്റ് ഇട്ട് അമ്പലം മൊത്തത്തില് ദീപാലങ്കാരം ചെയ്തിട്ടുണ്ടാവും. അമ്പലത്തിന്റെ മുകളിൽ മാത്രല്ല, ഔട്ട് സൈഡും ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ദൈവവിശ്വാസി അല്ലാത്ത ഞാനടക്കം ആ അവിടെ ആ ഒരു പോസിറ്റീവ് വൈബിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നല്ല രസമാണ്. ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഇത്രയും ആർക്കിടെക്ചർ ആയിട്ടുള്ള സെറ്റപ്പ് നൈസ്. അത് കഴിഞ്ഞാൽ പതുക്കെ പുറത്തിറങ്ങി നമുക്ക് ഇളകുന്ന പ്രതിമയുടെ അവിടേക്കൊക്കെ പോവാം. രാത്രി അവരിങ്ങനെ കിടന്ന് ഇളകുന്നത് കാണാനൊക്കെ രസമാണ്. അത്രേ ഉള്ളൂ വൈകിട്ടത്തെ പരിപാടി.